ഈസ്റ്റർ അടുക്കുമ്പോൾ കൻസാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്നത് വലിയ വിശ്വാസവസന്തത്തിന്റെ വാർത്തകൾ. 110-ലധികം വരുന്ന ഒരു വലിയ സംഘമാണ് കത്തോലിക്ക സഭയിൽ അംഗമാകാൻ തയ്യാറെടുക്കുന്നത്. അതിൽ കൂടുതലും വിദ്യാർത്ഥികളായ യുവജനങ്ങളാണെന്ന സന്തോഷ വാർത്തയുമുണ്ട്. സെന്റ് ഇസിഡോർ കാത്തലിക് സ്റ്റുഡന്റ് സെന്ററിലെ ഓർഡർ ഓഫ് ക്രിസ്ത്യൻ ഇനിഷ്യേഷൻ ഓഫ് അഡൽട്സ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് ഈ സംഖ്യ സാധാരണയുടെ 3 ഇരട്ടിയാണ്. ഇത് രാജ്യത്തുടനീളം യുവാക്കൾക്കിടയിൽ വ്യാപകമാകുന്ന ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന്റെ ശ്രദ്ധേയമായ ഉദാഹരണമാണ്. അധ്യയന വർഷത്തിന് വളരെ മുൻപ് തന്നെ ഈ കുതിച്ചുചാട്ടം ആരംഭിച്ചുവെന്നും 2025 വേനൽക്കാലത്ത് സൈൻ ആപ്പുകൾ ക്രമാനുഗതമായി വർദ്ധിച്ചുവെന്നും OCIA ഡയറക്ടർ റിച്ച് പിങ്സ്റ്റൺ പറഞ്ഞു. ക്രൈസ്തവ വിശ്വാസത്തിൽ വീണ്ടും സ്ഥിരീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ, തീർത്തും അക്രൈസ്തവരായവർ തുടങ്ങി വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ് സ്ഥാനാർത്ഥികൾ. ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള യഥാർത്ഥ ആഗ്രഹവും സഭയുടെ സമ്പന്നമായ പാരമ്പര്യവും ആരാധനാക്രമ സൗന്ദര്യം അനുഭവിക്കാനുള്ള ആഗ്രഹവുമാണ് പലരെയും ആകർഷിക്കുന്നത്. സെന്റ് ഇസിഡോറിന്റെ പാസ്റ്ററായ ഫാദർ ഗെയിൽസ് ഹാമർഷ്മിൽട്ട് ഇടവകയിൽ പ്രതീക്ഷിച്ചതിലും വലിയ ഈസ്റ്റർ വിജിലൻസിനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വിശ്വാസ വസന്തത്തെ ഒരു അത്ഭുതം എന്ന് ഫാദർ ഗെയിൽ വിശേഷിപ്പിച്ചു. അദ്ദേഹവും ഇടവകക്കാരും ഈ വളർച്ചയെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ അടയാളമായും ക്യാമ്പസിലെ കത്തോലിക്ക ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്ന നിമിഷമായും കാണുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.